മഴയെ ഇഷ്ടപ്പെടുന്ന ചില ചെടികളുണ്ട്. ചില ചെടികളല്ല, ഒട്ടുമിക്ക എല്ലാ ചെടികൾക്കും മഴ ഇഷ്ടം തന്നെയാണെങ്കിൽ പോലും ഈ ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മഴ പെയ്ത് അപ്പം പൂക്കും. എന്തുപോലെയെന്ന് വെച്ചാൽ റെയിൻ ലില്ലി പോലെ. അതിന് നിക്കോഡിയ എന്നാണ് പേര്. ഇതിൻ്റെ ഇലകൾക്ക് സവിശേഷമായ ഒരു വെള്ളി കളറുണ്ട്, ഒരു സിൽവർ കളർ ഇലകളാണ്. പൂക്കളില്ലെങ്കിൽ പോലും അതിൻ്റെ ഇലകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ നിറഞ്ഞ് പൂക്കും എന്നുള്ളതാണ്. ഒരു വളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം പ്രത്യേകം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ പിന്നെ മഴയാണെങ്കിലോ, മഴ കൊണ്ടിട്ടുണ്ടെങ്കിൽ മഴയാണ് ഇത് പൂക്കൾ വിരിയാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിക്കാതെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കുറേശ്ശെ പൂക്കളൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ ഒന്ന് മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചോട്ടിലങ്ങനെ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതിനങ്ങനെ കെയർ ചെയ്യാറൊന്നുമില്ല കേട്ടോ. കാരണം ഇതിന് അത്ര അങ്ങനെ വെള്ളമൊന്നും അത്രയ്ക്കാണ്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു മഴയുടെ ഫലമാണിത്. നിറച്ചും പൂക്കളാണ് കേട്ടോ. കാരണം നല്ല പർപ്പിൾ കളർ പൂക്കളാണ്, നല്ല സിൽവർ കളർ ഇലകളുമാണ്. നിക്കോഡിയ എന്ന് പറഞ്ഞ ഈ സുന്ദരി ആർക്കൊക്കെ അറിയാം, ആരുടെ വീട്ടിലൊക്കെ ഉണ്ട് എന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം പിന്നെ മറ്റൊരാൾ, ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ പേര് തന്നെ റെയിൻ ലില്ലി തന്നെയാണ് കേട്ടോ. കാരണം മഴയത്ത് നന്നായിട്ട്, അതായത് വെള്ളം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണിത്. മഴയത്ത് നന്നായിട്ട് പൂക്കും, മഴ ഇല്ലെങ്കിലും പൂക്കും. പക്ഷെ മഴയില്ലെങ്കിലും നന്നായിട്ട് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതേപോലെ പൂക്കും കേട്ടോ. അതുകൊണ്ട് വേനൽ മഴ എന്നൊന്നുമില്ല, ഏത് സമയത്ത് നന്നായിട്ട് പൂക്കും കേട്ടോ. ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഈ മഴയത്തൊക്കെ വെച്ച് പൂക്കളുണ്ടാവുന്ന ചെടികളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഴയത്തും നമുക്ക് നല്ല പൂക്കളൊക്കെ കിട്ടാൻ നല്ല സാധ്യത ഉണ്ടാവും. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം പറയും. ഇതിൻ്റെ കുറേ വേർഷനുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പുതിയ, അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. ഇത് വെള്ള, എൻ്റെ അടുത്ത് പിങ്ക്, പിന്നെ വലിയൊരു പിങ്ക്, യെല്ലോ കളറ്, അങ്ങനെ ഉള്ള കളറുകളാണ് എൻ്റെ അടുത്തുള്ളത്. പക്ഷേ ഇതിൻ്റെ പുതിയ ഒരുപാട് നിറങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം വിലയുള്ള സംഗതിയാണ്. വിലയൊക്കെ കുറഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തും. അപ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, കാണാനെന്തോ ഒരു ഭംഗിയാണെന്നറിയാം. അല്ലെങ്കിൽ ഈ മഴക്കാലത്തുണ്ടല്ലോ ഒരുപാട് വെള്ളപ്പൂക്കൾ വിരിയുന്ന ഈ വെള്ളപ്പൂക്കൾക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മഴക്കാലത്ത് ഒരുപാട് വെള്ളപ്പൂക്കൾ വിരിയാനുണ്ട്. അപ്പം നല്ല രസമാണ് കാണാൻ. കണ്ടില്ലേ, നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടോ ഇത്? നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ, എന്ത് രസമാണെന്നറിയാം ഇത് കാണാൻ. ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഈ അരളി, ക്രീം കളർ അരളി കേട്ടോ, വെള്ളയല്ല. ഇതും എൻ്റെ തോട്ടത്തിൽ കുറച്ചായി ഇത് ഇറങ്ങിയിട്ട്. പക്ഷെ എൻ്റെ തോട്ടത്തിൽ ഇങ്ങനെ ഇപ്രാവശ്യമാണ് ഇങ്ങനെ നന്നായിട്ടൊക്കെ പൂത്ത് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കൊലകുത്തി പൂക്കുന്ന പൂക്കളാണ്.